ഈ മാവ് എന്താണെന്നറിയോ? ഇതിന് ബോംബെ മാവ് എന്നാ പറയും. ഈ മാവ് എന്താണെന്നറിയോ? ഈ മാവിനൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ആങ്ങളിനെ ദുബായിലേക്ക് കൊണ്ടാക്കാൻ പോയി. ഇപ്പോൾ അന്നൊക്കെ ബോംബെന്നാണ് പോവുക. അങ്ങനെ ബോംബെന്ന് പോണ സമയത്ത് അവിടുന്ന് മോൻ്റെ ഉപ്പ പറയും, എൻ്റെ ഉപ്പ പറഞ്ഞാൽ കുട്ടികളപ്പ കൊണ്ടാക്കാൻ പോയി അളിയനെ. അപ്പോൾ കൊടുന്നാട്ട മാങ്ങ പഴുപ്പിച്ചിട്ട് ആ കുരു ഉണ്ടാക്കിയിട്ട് കുഴിച്ചിട്ട മാങ്ങയാണ്. ഇതിപ്പോൾ എത്ര കൊല്ലം നമ്മൾ ഇന്ദിരാഗാന്ധിനെ വെടിവെച്ച് കൊന്നതിൻ്റെ അവർ പോയി ബോംബെയിലെത്തി നാട്ടിലെത്തിയപ്പോഴാണ് ഇന്ദിരാഗാന്ധിനെ വെച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് കൊടുന്ന മാങ്ങ തൈ എൻ്റെ മൂത്താങ്ങളായിരുന്നു. പക്ഷേ ആളിപ്പോൾ ജീവിച്ചിരിക്കണില്ല. 3-4 വർഷമായി മരിച്ചിട്ട്. അപ്പോൾ എപ്പോഴും അവനെ ഓർക്കും ഞാൻ. ഈ മാവിനെ കാണുമ്പോൾ എപ്പോഴും ഓർക്കും. ഇതാണ് തെയ്യം വേണ്ട. ഇപ്പോൾ അതാ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നോക്കി വെക്ക് നിറയെ പഴുത്തിട്ടേ. ഞാൻ മൂത്തിട്ടില്ല എന്ന് വിചാരിച്ചതേ. നോക്കുമ്പോൾ അങ്ങനെ കുറേ മാങ്ങ അളിഞ്ഞ് നിൽക്കും. ഇതാണ്ടോ. ഇപ്പോൾ ഇത് കമ്പോസ്റ്റിൽ കൊണ്ടിടല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ കടന്ന് മുളക്കുള്ളൂ. ഇപ്പോൾ നിറച്ച് മാവുന്നത്. ഇപ്പോൾ കമ്പോസ്റ്റിലിട്ടാലേ ഇതൊക്കെ കിടന്നിരിക്കും. ഇത്രയും മാങ്ങ വീണ് പോയിക്കും. കണ്ടോ? മഴ അധികമായപ്പോഴേ അളിഞ്ഞ് വീഴുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? കമ്പോസ്റ്റിലിടാൻ കൊണ്ടായിട്ട് എന്തായാലും